എല്ലാവർക്കും നമസ്കാരം. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ഫോർ ജാക്ക് ഫ്രൂട്ട് പദ്ധതിയുടെ നേതൃത്വത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം ഈ ദിവസങ്ങളിൽ നടത്തിവരുന്ന ബിയോണ്ട് ജാക്ക് ഡിജിറ്റൽ ഡിസ്കോഴ്സ് സീരീസിൻ്റെ 10ാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എന്റർപ്രൈസ് സപ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് ഇൻക്യുബേഷൻ എന്ന വിഷയത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ വിഭാഗത്തിൽ സബ്ജക്റ്റ് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സിന്ധു സദാനന്ദൻ ഈ സീരീസിലെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതാണ്. പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഡോക്ടർ സിന്ധു സദാനന്ദനെ ഈ സീരീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ സീരീസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ പേരിലും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പേരിലും സസന്തോഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സിന്ധു സദാനന്ദന്റെ പ്രസന്റേഷൻ നിങ്ങൾക്ക് കാണുവാനായി പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റിൽ നിങ്ങൾക്ക് 2 ഡോക്ടർ സിന്ധു സദാനന്ദൻ എന്നുള്ള ഒരു പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ഡോക്ടർ സിന്ധു സദാനന്ദന്റെ ഫേസ് ഉള്ളതും മറ്റൊന്ന് പ്രസന്റേഷൻ സ്ലൈഡുമായിരിക്കും. പ്രസന്റേഷന്റെ സ്ലൈഡിൽ പിൻ ചെയ്ത് നിങ്ങൾക്ക് മാഡത്തിൻ്റെ പ്രസന്റേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദയവായി ഓഡിയോ വീഡിയോ മ്യൂട്ട് ചെയ്ത് സഹകരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഷെയർ ബട്ടൺ ഉപയോഗിക്കരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഈ പരിശീലനത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഈ പരിശീലനം പ്രയോജനമാകും എന്നുള്ള പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഡോക്ടർ സിന്ധു സദാനന്ദനെ വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളു. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രെയിനിങ്ങിൻ്റെ ടോപ്പിക്കാണ് എൻ്റർപ്രൈസ് സപ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് ഇൻക്യുബേഷൻ. ഈ ടോപ്പിക്കിലൂടെ തന്നെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഈ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയി നിൽക്കുന്ന നിങ്ങളേവരെയും എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്ഥാപനത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതിൽ ഇൻക്യുബേഷൻ്റെ എന്താണ് റോള്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മളെ 14 ദിവസത്തെ ഒരു ഡിജിറ്റൽ ഡിസ്കോഴ്സ് സീരീസ് ഓൺ ജാക്ക് ഫ്രൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇത് 10ാമത്തെ ട്രെയിനിങ് ആണ്. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എനിക്കറിയാം ഏവരും കഴിഞ്ഞ 9 ട്രെയിനിങ്സും അറ്റൻഡ് ചെയ്ത് കാണും. അതിൽ നിങ്ങൾ വിവിധ ടോപ്പിക്സ്, ഒരു ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനില്ല മിക്ക ടോപ്പിക്സും ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം നമ്മൾ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ നട്ട്സ് ആൻഡ് ബോൾസ് പഠിച്ചു. അതേപോലെ ഡിഫറെൻറ്റ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, നമുക്ക് ചക്കയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിവിധ തരം ബേക്കറി ബേസ്ഡ് ആവാം, ഹോം ബേസ്ഡ് ആവാം, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് നമുക്കൊരു ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്കൊരു ഓറിയൻറ്റേഷൻ കിട്ടിക്കാണും. അതുപോലെ തന്നെ നിങ്ങളൊരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ലേബിളിങ്ങും അതേപോലെ നിങ്ങളൊരു ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സും, അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, എങ്ങനത്തെയാണ് സ്റ്റെപ്സ്, ആരൊക്കെയാണ് സമീപിക്കേണ്ടത്, അതൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. അതേപോലെ തന്നെ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലൈസൻസ് ആവശ്യം വരും, ഡിഫറെൻറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കാണും. അപ്പോൾ ഇതിൻ്റെയും അതേപോലെ ഡിഫറെൻറ്റ് സ്കീംസും പോളിസീസും ഉണ്ട് നമ്മൾ ഫുഡ് എൻ്റർപ്രൈസസ്. അപ്പോൾ ഈ ഒക്കെ ട്രെയിനിങ് നിങ്ങൾ ഓൾറെഡി അറ്റൻഡ് ചെയ്ത് കാണും. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് പ്രോഗ്രാം വെക്കാൻ കാരണം തന്നെ ബിക്കോസ് ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ്. ബാക്കി ഏത് എൻ്റർപ്രൈസിനെ കാട്ടും നമ്മളൊരു ഫുഡ് സംതിങ് നമ്മളെ വായിലേക്ക് പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത്രയും കോൺഷ്യസ് ആയിട്ട് വേണം നമ്മളൊരാൾ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഓറിയൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഓൾമോസ്റ്റ് നമുക്ക്
ഇതുവരെ നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ ക്ലാസ് കിട്ടിക്കാണും. ഇപ്പോൾ നെക്സ്റ്റ് ഞാൻ പറയാം നിങ്ങൾക്ക് വാട്ട് യു നീഡ് ടു നോ ബിഫോർ യു ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ 9 ട്രെയിനിങ്ങിലൂടെ ഓൾറെഡി നിങ്ങൾക്ക് അത് അറിഞ്ഞു കഴിഞ്ഞു. 1 ഡേ ട്രെയിനിങ് ആവാം, ഒരു ജസ്റ്റ് ഓറിയന്റേഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടിക്കാണും. ഞാൻ ഒരു എന്റർപ്രണർ ആവാൻ പോവാണ്, എനിക്ക് ഏതൊക്കെ മേഖല തിരഞ്ഞെടുക്കണം, അതേപോലെ തന്നെ ഞാൻ ഏതൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം, ഈ എല്ലാ ഐഡിയ നിങ്ങളുടെ തലയിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ അടുത്തത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക്, ഞാൻ ചാടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും കാണുമോ? ബിക്കോസ് 1 ഡേ ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ട് നമുക്ക് നാച്ചുറൽ ആണ്, ആരായാലും ഒരു കോൺഫിഡൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കോൺഫിഡൻസ് ലെവൽ നമുക്കറിയാം. നമ്മൾ ചെറിയ കുട്ടികളുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവരൊരു ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവർ എണീച്ച് നിൽക്കും, അവർ എഴുതാൻ പഠിക്കും, സ്വന്തം കഴിക്കാൻ പഠിക്കും, സ്വന്തം എല്ലാം നമുക്കറിയാം. പക്ഷെ പിന്നെയും ആസ് എ പാരന്റ് നമ്മൾ എപ്പോഴും അവരെ കൂടെ നിൽക്കും. സ്റ്റിൽ നമുക്കൊരു കോൺഫിഡൻറ്റ് വരുന്നവരെ അല്ലെങ്കിൽ ആ പിള്ളേർക്കൊരു കോൺഫിഡൻറ്റ് വരാൻ വേണ്ടി എല്ലാം എനിക്ക് സ്വന്തം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫെസിലിറ്റിനാണ് നമ്മൾ ഈ എന്റർപ്രൈസ് സപ്പോർട്ട് ഫെസിലിറ്റി പറയുന്നത്. അപ്പം നിങ്ങളുടെ മൈൻഡിൽ ഇത്രയും 9 ദിവസത്തെ ട്രെയിനിങ് ശേഷം ഫുൾ ഓഫ് ഐഡിയാസ് ആണ്. നിങ്ങൾ ഓൾറെഡി ചിലപ്പം ചില ആൾക്കാർ ഡിസൈഡ് ചെയ്ത് കാണും, ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എന്റർപ്രൈസിലാണ് നിങ്ങൾക്ക് ഫിനാൻസിന്റെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഞാൻ ആരെ അപ്രോച്ച് ചെയ്യണം, ഇതെല്ലാം ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ നിങ്ങളെ തലയിലാണ് ഇപ്പം കിടക്കുന്നത്, ഒരു ഐഡിയ രൂപത്തിൽ തലയിലാണ് കിടക്കുന്നത്. അതൊരു പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഇനി ഇംപ്ലിമെന്റ് ചെയ്യണം. അവിടെയാണ് ഈ എന്റർപ്രൈസ് ഇന്നത്തെ ഈ ടോപ്പിക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ഫെസിലിറ്റീസ്, നമുക്കൊരു സപ്പോർട്ട് ഫെസിലിറ്റി, ഒരു കൈത്താങ് എവിടുന്ന് കിട്ടും. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ 9 ട്രെയിനിങ്ങിലൂടെ ഒരു എന്റർപ്രണർ മൈൻഡ് ആയി കാണും. നിങ്ങളൊരു എന്റർപ്രണർ ആയിട്ട് കൺവേർട്ട് ആയില്ലെങ്കിലും ഒരു എന്റർപ്രണറിന്റെ ഒരു മൈൻഡ് നാച്ചുറലി നിങ്ങൾക്ക് എല്ലാവരെയും ഉള്ളിൽ ഫോം ചെയ്ത് കാണും. ഇപ്പം ഇതെന്താണ് ഈ എന്റർപ്രണർഷിപ്പ്? നമുക്കറിയാം നമ്മളെ ചുറ്റുപാടും ഒന്നും ശാശ്വതവുമില്ല, എല്ലാം എവർ ചേഞ്ചിങ് ആണ്, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഐഡിയാസ് തന്നെ ചേഞ്ച് ആവാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ആളെടുത്ത് നമുക്ക് സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് തുടങ്ങാം. പക്ഷെ ചിലപ്പോൾ നാളെ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിന് ഒരു വാല്യൂ കാണില്ല, അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് കുറേ കോമ്പറ്റീറ്റേഴ്സ് കാണും, ഇഷ്ടംപോലെ ആൾക്കാർ ആ സെയിം പ്രൊഡക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ എക്കോണമി അതും ഭയങ്കര കോംപ്ലക്സ് ആയി സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റണം. ആ ഒരു ക്യാരക്ടറാണ് ഒരു എന്റർപ്രണറിന് ആവശ്യമുള്ള ഒരു ക്യാരക്ടറാണ് അത്. ആ ക്യാരക്ടറിനെയാണ് നമ്മൾ എന്റർപ്രണർഷിപ്പ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഏത് സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നാച്ചുറലി നിങ്ങളൊരു എന്റർപ്രണർ ആയിട്ട് ഓൾറെഡി നിങ്ങളെ മൈൻഡ് കൺവേർട്ട് ആയി കഴിഞ്ഞു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ എന്റർപ്രണറിന്റെ എന്താണ് ഈ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു, എന്താണ് ഡിഫറെന്റ്, എന്താണ് ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വാളിറ്റീസ്, അത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഒരു സംരംഭത്തിന് വേണ്ടിയുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. someone who produces for the market. ആരായാലും മാർക്കറ്റിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു സോഷ്യൽ സർവീസ് അല്ല, ഒരു ബിസിനസ് മെന്റാലിറ്റി വെച്ചുകൊണ്ട് ഒരു മാർക്കറ്റിന് വേണ്ടി എന്തെങ്കിലും പൈസ കിട്ടാൻ വേണ്ടി, എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് സംരംഭകൻ, ഒരു എന്റർപ്രണർ. ജസ്റ്റ് ഫോർ ദ സേക്ക്, നമ്മളൊരു ഹോബി സേക്കോ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു സോഷ്യൽ സർവീസിന് വേണ്ടി ചെയ്യുന്ന ഒരു മേഖലയെ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു ബിസിനസ് പറയാൻ പറ്റില്ല. ആ പേഴ്സൺ ഒരു എന്റർപ്രണർ അല്ല. എപ്പോഴും പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്, മാർക്കറ്റിന് വേണ്ടി, മാർക്കറ്റ് നോക്കിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഞാൻ ഈ മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ 100% ഷുവർ ആണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടും. ആ ഒരു പേഴ്സൺ ആണ് ഒരു എന്റർപ്രണർ എന്ന് പറയുന്നത്. അടുത്തത് ഡിറ്റർമൈൻഡ് ആൻഡ് ക്രിയേറ്റീവ് ലീഡർ. ഈ എന്റർപ്രണർ പറയുന്ന ഒരാൾ എന്താ, അയാൾ ഒറ്റയ്ക്കായിരിക്കില്ല ഒരു മേഖല കൈകാര്യം ചെയ്യുന്നത്. അയാളെ കീഴിൽ അയാളെ കൂടെ തന്നെ നമുക്ക് ഡിഫറെന്റ് ആൾക്കാർ കാണും. ഇവരെയൊക്കെ ക്രിയേറ്റീവായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്തോ, എൻ്റെ കാര്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഒരു ഡിറ്റർമിനേഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് തുടങ്ങി വെക്കാം, നോക്കാം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ആ ഒരു മെന്റാലിറ്റിയിലെ ആൾക്ക് ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, പ്രോഫിറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ ആവാൻ കഴിയില്ല എന്നാണ് യൂഷ്വലി നമ്മളെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ കണ്ടെത്തുന്നത്. അടുത്തത് സെർച്ച് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഇംപ്രൂവ് ആൻഡ് എക്സ്പാൻഡ് ഹിസ് ബിസിനസ്. നാച്ചുറൽ ആണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ
ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അതിൽ തന്നെ ഒതുങ്ങി നിൽക്കില്ല, എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ എനിക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക. ഈ മാർക്കറ്റിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്റർപ്രണർ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു. അപ്പം ആ മാർക്കറ്റിൽ ഒരു എന്താ പറയുക സർവൈവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചേഞ്ച് വരുത്തണം, അത് കീപ്പ് ഓൺ നമ്മൾ എന്തൊരു അവസരങ്ങൾ കണ്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അത് ഒരു എന്താണ് ഇൻ സെർച്ച് ആയിരിക്കും. എപ്പോൾ അവരുടെ മൈൻഡ് ഒന്നിൽ സ്ഥിരമായി ഇരിക്കില്ല എന്നല്ല, എപ്പോഴും പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു മെൻറ്റാലിറ്റി വേണം ഏതൊരു എന്റർപ്രണർ. ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ട്രെയിനീസും ഇത്രയും നിങ്ങൾ 9 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഐ എം ഷുവർ നിങ്ങൾ ഓൾറെഡി ഒരു മേഖല തിരഞ്ഞെടുത്ത് കാണും. ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് DPR പ്രൊജക്ട് പ്രിപ്പറേഷൻ്റെ ക്ലാസ്സും കഴിഞ്ഞ ട്രെയിനിങ്ങിൽ നിങ്ങൾ ചെയ്ത് കാണും. പക്ഷെ 1 day ട്രെയിനിങ്ങിലൂടെ ഐ എം ഷുവർ നമുക്കൊരു കോൺഫിഡൻസ് ലെവലോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് പ്രിപ്പറേഷൻ എക്സ്പേർട്ട് ഒന്നും നമ്മൾ ആയി കാണില്ല. പക്ഷെ എല്ലാം അറിയാം, ലൈക്ക് നമ്മളെല്ലാം മൈൻഡിലുണ്ട്. ഞാനൊരു പ്രൊജക്ട് എന്നൊരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എനിക്ക് നോക്കേണ്ടത്, എന്തൊക്കെയാണ് ആ സ്റ്റെപ്പിൽ ആവശ്യമുള്ളത്. അപ്പോൾ അത് മാത്രം തിരഞ്ഞെടുത്ത ശേഷം ആ ബിസിനസ്സിനെ എങ്ങനത്തോളം ഇമ്പ്രൂവ് ചെയ്യണം, ആ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്കറിയാം റിസ്ക്. ഏതൊരു ബിസിനസ് ആയാലും റിസ്ക് ഇൻവോൾവ് ആണ്. റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരാൾ മാത്രമേ എന്റർപ്രണർ ആവാൻ പറ്റുള്ളൂ. നമ്മൾ ചാടുന്ന മുമ്പേ നമുക്ക് ഒരിക്കലും ഉറപ്പായിട്ട് വെക്കാൻ പറ്റില്ല ഇതിൽ ഒരിക്കലും റിസ്ക് ഉണ്ടാകാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ചുറ്റുപാടും ഇസ് എവർ ചേഞ്ചിങ്, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. നമ്മളെ ലോക്കൽ എക്കോണമി ആയാലും അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമി ആയാലും അതിലെപ്പം ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റിസ്ക് എല്ലാം എടുക്കാൻ റെഡി ആണെങ്കിൽ, ആ റിസ്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ കഴിവുള്ള ആളാണ് ഒരു എന്റർപ്രണർ എന്ന് പറയുന്നത്. അതേപോലെ നമുക്കൊരു ബിസിനസ് ആകുമ്പോൾ ലോസും ആവാം പ്രോഫിറ്റും ആവാം. ഇത് എന്തായാലും നമുക്ക് ലാഭം ഉണ്ടായാലും അല്ലെങ്കിൽ നഷ്ടമാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വന്തം എടുക്കാൻ പറ്റണം. ഞാനാണ് അതിനെ കാരണക്കാരനെ പറയാനുള്ള ഒരു ചങ്കുറ്റം വേണം, ഒരു ഗട്സ് വേണം. പ്രോഫിറ്റ് എൻ്റെ കാരണമാണ്, ലോസ് നിങ്ങളൊക്കെ ചെയ്ത തെറ്റുകൊണ്ടാണ് പറയുന്ന ആൾക്ക് ഒരിക്കലും എന്റർപ്രണർ ആവാൻ പറ്റില്ല. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓൾവേസ് പാഷനേറ്റ് ആവണം. ഒരു ഇമോഷണലി ആ ഒരു ബിസിനസ്സിനെ കൈകാര്യം ചെയ്യണം. എപ്പോൾ അതിനെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞുകൊണ്ടിരിക്കണം. ഒരു അറ്റാച്ച്മെന്റ് വേണം. നമ്മൾ ഏത് ബിസിനസ് ആയാലും ഒരു ജോബ് മാത്രമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പറ്റില്ല. നമുക്കറിയാം നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയായിരിക്കും. അപ്പം നാച്ചുറലി അതിലൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് കാണും. പിന്നെ ഓൾവേസ് ഇന്നോവേറ്റർ പറഞ്ഞ് എന്തെങ്കിലും പുതിയത് എപ്പോഴും കണ്ടുപിടിക്കാനുള്ളൊരു മൈൻഡ് വേണം. ബിക്കോസ് നമ്മൾ ഇവിടുന്ന് കുറേ ടെക്നോളജീസ് നിങ്ങൾക്ക് തന്നു കാണും. ആ ഒരു ടെക്നോളജി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ മെഷീൻസ് യൂസ് ചെയ്യണം. പക്ഷെ ചിലപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളായിട്ട് ഇന്നോവേഷൻ കൊണ്ടുവരണം. അതേപോലെ ഇവിടുന്ന് കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചു കാണും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾ കുറച്ച് പ്രൊഡക്ട്സ് പഠിച്ചു കാണും. പക്ഷെ അതിലെങ്ങനെ ആ പഠിച്ച സൈക്കിൾ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് സൈക്കിളിൽ നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റുക, പുതിയ പ്രൊഡക്ട്സ് ഇതും കൂടെ നമുക്ക് ചെയ്തുള്ളൂ. ആ എപ്പോൾ ഒരു എന്താ പറയുക പുതിയ കാര്യം കണ്ടുപിടിക്കാനോ ട്രയൽ നടത്താനുള്ള മെൻറ്റാലിറ്റി വേണം. ആക്ച്വലി ഇതാണൊരു എന്റർപ്രണർ ഞാൻ പറയാം ഈ ഒരു ക്യാരക്ടേഴ്സ്. ആൻഡ് ഐ എം ഷുവർ ഈ ഒരു സീരീസിൽ 14 ദിവസത്തെ സീരീസിൽ ഈ 9 ട്രെയിനിങ് കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ നാച്ചുറലി ഒരു എന്റർപ്രണർ ആയിരിക്കും. അവരുടെ മൈൻഡ് ഒരു എന്റർപ്രണർ ആയിട്ട് ഇപ്പം തന്നെ കൺവേർട്ട് ആയി കാണും. ഇപ്പോൾ അടുത്ത ഒരു ടോപ്പിക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം, റിവാർഡ്സ് ഓഫ് എന്റർപ്രണർഷിപ്പ്. ഇതിൻ്റെ മീനിങ് പറഞ്ഞാൽ നമുക്കറിയാം നമുക്കൊരു സാലറീഡ് ജോബ് കാണും, ഒരു 10 to 5 വർക്ക് ചെയ്യുന്ന ആൾക്കാരും കാണും, അതുപോലെ സ്വന്തമായിട്ട് സെൽഫായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കാണും. ഈ സെൽഫായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാനിപ്പോൾ പറഞ്ഞ ഒരു എന്റർപ്രണർഷിപ്പ് ക്വാളിറ്റിയിലെ ആൾ. അത് എന്തൊക്കെയാണ്, അതിൻ്റെ പ്ലസ് പോയിന്റ്സ് എന്താണ്, ഇപ്പം നിങ്ങളും അവരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളും ഞാനുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ബീങ് യുവർ ഓൺ ബോസ്. ആ സെന്റൻസ് തന്നെ ഭയങ്കര ക്ലിയർ ആണ്. നിങ്ങളാണ് നിങ്ങളെ സ്ഥാപനത്തിന്റെ ബോസ്. പക്ഷെ നമ്മളെ പോലത്തെ ആൾക്കാർ വി ഓൾവേസ് ഹാവ്, നമുക്ക് എപ്പോഴും ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ കാണും. നമ്മളല്ല ഡിസിഷൻ എടുക്കുക. നമുക്കൊരു ചാൻസ് കിട്ടും, പക്ഷെ ഡിസിഷൻ പേര് എപ്പോഴും നമ്മളെ മുകളിലുള്ള ഒരു ബോസ് ആയിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഒരു എന്റർപ്രണർ എപ്പോഴും അയാളെ സ്ഥാപനത്തിന്റെ സ്വന്തം ബോസ് ആയിരിക്കും. അയാൾക്ക് ഡിസിഷൻ എപ്പോഴും അവരെ സെലക്ട് ചെയ്ത മേഖലയ്ക്ക് പ്രോഫിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ഹീസ് ഓൺ ബോസ് ആണ്. അതേപോലെ നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ സെലക്ട് ചെയ്ത മേഖല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയായിരിക്കും.
അതായിരിക്കില്ല മറ്റവരെ ചാൻസ്. ഒരു സാലറീഡ് ജോബ് ഇപ്പം എൻ്റെ പോലത്തെ ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെട്ടായിരിക്കില്ല. ഇപ്പോൾ അഗ്രികൾച്ചർ ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ നമ്മൾ ചെയ്യുന്ന മേഖല നമുക്ക് സെറ്റ് ഓഫ് റോൾസ് ഉണ്ട്. നമുക്ക് ഓർഡർ വരും, നിങ്ങൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം അച്ചീവ് ചെയ്യണം. പക്ഷെ നിങ്ങളെ കാര്യം അതല്ല. ഒരു എന്റർപ്രണറിന്റെ കാര്യം അതല്ല. നിങ്ങൾ എൻജോയ് ചെയ്യും. നമ്മൾ എൻജോയ്മെന്റ് കണ്ടെത്തും. പക്ഷെ നിങ്ങൾ ഒരു സെലക്ട് ചെയ്ത മേഖല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല തന്നെയാണ്. സോ നിങ്ങൾ ഒരു യു ആർ ഡൂയിങ് സംതിങ് വിച്ച് യു എൻജോയ്. അതാണ് അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റീവ്. നിങ്ങൾ എപ്പോഴും ക്രിയേറ്റീവ് ആണ്. നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങളെ സ്ഥാപനത്തിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുക. നിങ്ങൾ സെലക്ട് ചെയ്ത് എന്റർപ്രൈസിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുക. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോൾ ഒരു ക്രിയേറ്റീവ് ആയിരിക്കണം. പുതിയ പുതിയ മേഖല നിങ്ങൾക്ക് അതിന് ഫുൾ ഫ്രീഡം ഉണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ജോബ് സെക്യൂരിറ്റി കാണും. ഇപ്പോൾ മറ്റേ മേഖലകൾ പോലെയല്ല. നിങ്ങൾക്കറിയാം, നിങ്ങളിത് ഈ രീതിയിൽ തന്നെ ഇപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്ത ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റ് സർവേ നടത്തിയിട്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് ഓൾറെഡി സെലക്ട് ചെയ്തു. ആ പ്രൊഡക്റ്റിന് ഞാൻ നല്ല രീതിയിൽ ചെയ്താൽ അല്ലെങ്കിൽ എല്ലാ മാനദണ്ഡങ്ങളും മുന്നോട്ട് പോയാൽ നാച്ചുറലി എൻ്റെ ബിസിനസ് പ്രോഫിറ്റ്. ഒരു ജോബ് സെക്യൂരിറ്റി എപ്പോഴും കാണും. അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും പിരിച്ചു വിടും, എന്നെ ആണെങ്കിൽ പോകാൻ പറയും, അങ്ങനത്തെ ഒരു ത്രെട്ട്, അങ്ങനത്തെ ഒരു പേടി നിങ്ങൾക്ക് ഒരിക്കലും കാണില്ല. അതേപോലെ നിങ്ങൾ തന്നെ നിങ്ങളെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. നമ്മളെ ഈ ഒരു സാലറീഡ് ജോബ് പോലെ 10 തൊട്ട് 5 മണി വരെ അല്ലെങ്കിൽ 9 തൊട്ട് 4:30 വരെ ഒരു ഷെഡ്യൂളല്ല. നിങ്ങൾ നിങ്ങളെ ഷെഡ്യൂൾ സ്വന്തം പ്രിപ്പയർ ചെയ്യും. ഫുൾ ഡേ ആവാം. നിങ്ങൾക്കൊരു ഫീസിബിൾ പോലെ സ്വന്തം ഒരു ഷെഡ്യൂൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനില്ല ഒരു ഫ്രീഡം നിങ്ങൾക്ക് കാണും. അതേപോലെ നല്ല രീതിയിൽ ചെയ്താൽ ഒരു പക്ക സോഷ്യലി നിങ്ങൾ ചെയ്യാൻ എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ എക്സ്പേർട്സോ അല്ലെങ്കിൽ വേറെ എക്സ്പേർട്സ് പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഫിക്സ്ഡ് കോസ്റ്റ് അല്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പൈസ നിങ്ങളെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു റിവാർഡ്സ് പറയുന്നത്, എന്റർപ്രണർഷിപ്പിന്റെ ഒരു റിവാർഡ്സ് പറയുന്നത്. അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നാച്ചുറലി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ഒരു പൊസിഷൻ കാണും. നിങ്ങൾ എപ്പോഴും കമ്മ്യൂണിറ്റി എപ്പോഴും നമ്മൾ പറയല്ലേ, മാൻ ഇസ് എ സോഷ്യൽ ഹ്യൂമൻ ബീങ്. നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളുടെ സമൂഹത്തിൽ ഒരു വാല്യൂ കാണും, എപ്പോൾ നിങ്ങളെ റിക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്ലസ് പോയിന്റ്സ് ആണ്, റിവാർഡ്സ്, അവാർഡ്സ് ആണ് നിങ്ങളൊരു എന്റർപ്രണർ ഉണ്ടെങ്കിൽ. പക്ഷെ അതിന് കൂടെ തന്നെ ഇഷ്ടം പോലെ റിസ്ക് ഇൻവോൾവ് ആണ്. റിസ്ക് അത്രയും ഡിഫിക്കൽട്ട് റിസ്ക് എന്ന് പറയില്ല, പക്ഷെ റിസ്ക് ഉണ്ട്. ഈ എന്റർപ്രണർ ആവണം അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പിന് റിസ്ക്കും ഉണ്ട്. നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ലോങ് അവേഴ്സ്, തുടക്കത്തെങ്കിലും ലോങ് അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾക്ക് ഫിക്സ്ഡ് ടൈം ഉണ്ട്, അതുപോലെ ആയിരിക്കില്ല. എസ്പെഷ്യലി തുടക്കത്ത് നിങ്ങളെ ബിസിനസ്സിന് ഒരു പ്രോഫിറ്റ്, കണ്ടിന്യൂസ് പ്രോഫിറ്റ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അതൊരു റിസ്ക് എന്നാ പറയാ. അതേപോലെ ഇൻകം അൺസർട്ടൈൻ ആണ്. ചിലപ്പം കൂടുതൽ കിട്ടുക, ചിലപ്പം കുറവ് കിട്ടുക. ഒരു ഫിക്സ്ഡ് ഇൻകം അല്ല. മറ്റേ സാലറീഡ് ജോബ് പോലെ അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാരെ പോലെ ഒരു ഫിക്സ്ഡ് ഇൻകം അല്ല. ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടുക, ചിലപ്പോൾ ചില ടൈമിൽ നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ നമുക്കറിയാം കോവിഡ് സിറ്റുവേഷനിൽ എത്രയോ ബിസിനസ് ആൾക്കാർക്ക് ഇൻകം ഒരു അടി പറഞ്ഞാൽ അവർക്ക് ഇൻകം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ടൈമിലും അവരെങ്ങനെ വേറെ മാർഗത്തിലൂടെ അവരെ എന്റർപ്രൈസിനെ സക്സസ്ഫുൾ ആക്കാനുള്ള നമുക്കറിയാം കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അവരിപ്പോൾ മാർക്കറ്റിംഗ്, അവർക്ക് ഹോട്ടൽ അടയ്ക്കുകയാണെങ്കിൽ അവർ ഓൺലൈൻ മാർക്കറ്റിംഗിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ ക്രിയേഷൻ അവർ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തിക്കും, പക്ഷേ ഹോട്ടൽ തുറക്കുന്നില്ല. അപ്പം അങ്ങനെ ബിസിനസ് മൈൻഡ് ആൾക്കാർ അവർ അൺസർട്ടൈൻ ഇൻകം ആണെങ്കിൽ റിസ്ക് ഫേസ് ചെയ്യാൻ റെഡിയുള്ള ആൾക്കാരാണ്. ആക്ച്വലി ഒരു എന്റർപ്രണർഷിപ്പിന് റിസ്ക് ആണ്, പക്ഷെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫുള്ളി റെസ്പോൺസിബിൾ ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ പ്രോഫിറ്റും ലോസും എന്തായാലും ഏത് മേഖലയായാലും നിങ്ങളാണ് ഫുള്ളി റെസ്പോൺസിബിൾ. ആ ഒരു എന്റർപ്രണർ ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ആരും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ്, ലാർജ് ഹ്യൂജ് ആയാലും ചെറുതായാലും നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് റിസ്കിലേക്ക് ഇടുകയാണ്. അതാണ് റിസ്ക് ബെയറിംഗ് എബിലിറ്റി പറയുന്നത്. നിങ്ങൾ റിസ്കിലേക്ക് ഇടുകയാണ്, നിങ്ങൾ ഹ്യൂജ് എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ ഇൻവെസ്റ്റ്മെന്റിന് എത്രയും പെട്ടെന്ന് ബ്രേക്ക് ഇവൻ കഴിഞ്ഞിട്ട് പ്രോഫിറ്റിലേക്ക് മാറ്റാനുള്ള ശ്രമമായിരിക്കും ഒരു എന്റർപ്രണറിന്റെ ഏറ്റവും മുഖ്യ ഒരു ഗോൾ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഒരു എന്റർപ്രണർഷിപ്പിന്റെ ഒരു റിവാർഡ്സും അതുപോലെ തന്നെ അതിൽ ഇൻവോൾവ് റിസ്ക്. ഇത് രണ്ടും നിങ്ങൾക്ക് എനിക്കറിയാം. ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്ത എല്ലാ പോയിന്റ്സും നിങ്ങൾക്കറിയാം, നിങ്ങളെ മൈൻഡിലുണ്ട്. പക്ഷെ ഒന്നൊരു ബ്രഷ് ചെയ്ത് പൊടി തട്ടാൻ ട്രൈ ചെയ്തതാണ്.
സോ ദിസ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ്സും നമുക്ക് മനസ്സിലായി കാണും. ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആണെങ്കിൽ അയാൾ സ്ഥിരമായിരിക്കും, പെർസിസ്റ്റന്റ് ആയിരിക്കും, ഒരു ചേഞ്ച് വരില്ല, വേവ് വരില്ല. ഇന്ന് പറയാവുന്ന ആ ചിപ്സ്, ജാക്ക് ഫ്രൂട്ടിന്റെ ചിപ്സ് തുടങ്ങാം, നാളെ തീരുമാനിക്കും ചിപ്സ് വേണ്ട, നമുക്കൊരു ഹൽവയൊക്കെ തുടങ്ങിയാലോ, അതിലായിരിക്കും ബിസിനസ്. ഹൽവ നാളെ തുടങ്ങി കഴിഞ്ഞാൽ ഹൽവ വേണ്ട, ഇപ്പം എല്ലാവരും കേക്കാണ് കഴിക്കുന്നത്, കേക്ക് ബിസിനസ്. അപ്പം അങ്ങനെ ചേഞ്ചിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ്സിൽ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു എന്താ പറയുക, മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാനും പറ്റില്ല, അതേപോലെ പ്രോഫിറ്റും ആക്കാൻ പറ്റില്ല. സോ ഒരു ഇത് വേണം, ഒരു സ്ഥിരത വേണം. അതേപോലെ ക്രിയേറ്റീവ് ആവണം. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞു, എപ്പോഴും ക്രിയേറ്റീവ് ആണ്, പുതിയ പുതിയ ക്രിയേഷൻ കൊണ്ടുവരണം. കേക്ക് ഇപ്പോൾ സിംഗിൾ കേക്ക് ആയിരിക്കും നിങ്ങൾ എവിടുന്ന്, ഇപ്പോൾ KVK തന്നെ നിങ്ങൾക്ക് സിമ്പിൾ കേക്ക് മേക്കിംഗ് അല്ലെങ്കിൽ ബേക്കറി പ്രൊഡക്ട്സ് ഒക്കെ പഠിച്ചു. പക്ഷെ അത് കുറച്ചും കൂടെ മാർക്കറ്റിൽ, അതേപോലെ ജാക്ക് ഫ്രൂട്ട് പ്രൊഡക്ട്സ് വേറെ ആൾക്കാരും മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് മറ്റേ പ്രൊഡക്ട്സിനെ കൊണ്ട് ഡിഫറെൻ്റ് ആവുക, എങ്ങനെ ഞാൻ ആൾക്കാരെ അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പുകാരെയാണ് എൻ്റെ പ്രൊഡക്റ്റിലേക്ക് എനിക്ക് ആകർഷിക്കാൻ പറ്റുക. ഓൾഡ് ഏജ് ആൾക്കാർക്കില്ല സ്പെഷ്യലി പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പം അങ്ങനെ ക്രിയേറ്റീവ് നിങ്ങളായിരിക്കണം. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഏത് സിറ്റുവേഷൻ വന്നാലും, ഏത് പ്രോബ്ലം വന്നാലും അതിനെ സോൾവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും, അതേപോലെ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് ഓഫ് പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ റെസ്പോൺസിബിൾ പേഴ്സൺ ആവണം. പിന്നെ എപ്പോഴും ഒരു ഇൻക്യൂസിറ്റി ഉണ്ടാവണം, എപ്പോഴും ഒരു അന്വേഷണ ബുദ്ധിയുള്ള ആളാവണം. പുതിയ പുതിയ അന്വേഷിച്ചുകൊണ്ടിരിക്കണം, പുതിയ പുതിയ മേഖല വന്നു, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്, ഇപ്പം നിങ്ങൾ ഈ 9 ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് മതി, അത്രയും പ്രൊഡക്റ്റ് മതിയല്ല, അല്ല, വേറെ മാർഗ്ഗങ്ങളും നിങ്ങൾ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ KVKയിൽ വന്നിട്ട് അവർ എക്സ്പേർട്സിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇതല്ലാണ്ട് മേഡം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലേ, ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട്, ഇപ്പോൾ ഇവിടെ പറഞ്ഞു കാണും ജാക്ക് ഫ്രൂട്ട് നിങ്ങൾ 50% ജാക്ക് ഫ്രൂട്ട് പൊടി അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ പ്രൊഡക്റ്റ് നിങ്ങൾ പഠിപ്പിച്ചു കാണും. അല്ല മേഡം, ഇത് ഞാൻ മിക്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഈ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു സാധനം ഈ പൊടിയും കൂടെ മിക്സ് ചെയ്താൽ ചിലപ്പം കൂടുതൽ ന്യൂട്രീഷ്യസ് ആവണം. അപ്പം അങ്ങനെ ഒരു, പക്ഷേ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് പഠിച്ചിട്ട് നമ്മളിത് ഇറങ്ങാൻ പാടുള്ളൂ. ബിക്കോസ് ഞാൻ ഇതിൻ്റെ മുമ്പ് ആദ്യം പറഞ്ഞ ഇതൊരു ഫുഡ് ഇൻഡസ്ട്രിയാണ്. നമ്മൾ ചെയ്യുന്ന സാധനം, നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ വായിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത്രയും കോൺഷ്യസ് ആയിട്ട് അന്വേഷിച്ചിട്ട് അത് പക്ക എനിക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് ഓഡിയൻസ് ആണ്, ഏത് സമൂഹമാണ് ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, അവർക്ക് ഒരു ബുദ്ധിമുട്ട്, അവർക്കൊരു എന്താ പറയുക, റിസ്ക്കും ഉണ്ടാവില്ല ഈ പ്രൊഡക്റ്റ് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു അന്വേഷിച്ച ശേഷം മാത്രം ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഗോൾ ഓറിയൻറ്റഡ്, അതായത് ഏത് ബിസിനസ് ആയാലും എപ്പോൾ ഒരു ഗോൾ ഓറിയൻറ്റഡ്. ഒരു ഗോൾ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും ഒരു ബിസിനസ് പേഴ്സൺ ആവാൻ പറ്റില്ല. ഗോൾ എപ്പോഴും ഫിക്സ് ചെയ്തിരിക്കണം. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കണം, ഇവരോട് ചോദിക്കണം, ഇത് ഇങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ എനിക്ക് അവരെ പെർമിഷൻ വേണം, അല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് വേണം. ആ ഒരു ക്വാളിറ്റി ഒരു എൻ്റർപ്രണറിന് അത്യാവശ്യമാണ്. പിന്നെ സെൽഫ് ഡിമാൻഡിങ്, എപ്പോൾ സ്വന്തമായിട്ട് ഡിമാൻഡ് ചെയ്തിരിക്കണം, എനിക്ക് ഇത് വേണം, എന്താണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം, എനിക്ക് ഇതും ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും ഒരു എൻ്റർപ്രണറിന് അത്യാവശ്യമാണ്. കോൺഫിഡൻസ് ലെവൽ, അത് ഏറ്റവും മെയിൻ ഒരു ക്യാരക്ടറാണ്. കോൺഫിഡൻസ് ലെവൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു എൻ്റർപ്രൈസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവലിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അടുത്ത സ്ലൈഡ്സിലൊക്കെ പഠിക്കാൻ പോകുന്നു. ഈ കോൺഫിഡൻസ് ലെവൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് KVK അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. റിസ്ക് ടേക്കിംഗ്, അതിന് മുമ്പത്തെ സ്ലൈഡ്സിൽ പറഞ്ഞു, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി വേണം, റിസ്ക് ബിയറിംഗ് എബിലിറ്റി വേണം. ഏത് റിസ്ക് ആയാലും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഒരു ക്യാരക്ടർ വേണം. പിന്നെ റെസ്റ്റ്ലെസ്, എപ്പോഴും ഒരു മണിക്കൂർ വർക്ക് ചെയ്തിട്ട് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു ബിസിനസ് പ്രോഫിറ്റ് ആവില്ല. എപ്പോഴും റെസ്റ്റ്ലെസ് ആവണം, എപ്പോഴും നമുക്ക് നമ്മളെ മൈൻഡ് എപ്പോഴും വർക്കിംഗ് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിലായിരിക്കും ഒരു എൻ്റർപ്രണർ വർക്ക് ചെയ്യേണ്ടത്. ആക്ഷൻ ഓറിയൻറ്റഡ്, ഓക്കെ, നാച്ചുറൽ, അത് ക്ലിയർ ആയിരിക്കും. അതിനെപ്പറ്റി പിന്നെ എന്തൂസിയാസ്റ്റിക്, എപ്പോഴും ഒരു എന്തൂസിയാസം വേണം ഉള്ളിൽ. എപ്പോഴും ഉള്ളിൽ ഒരിക്കലും ഡെഡ് ആയിട്ട് ഇരിക്കാൻ പാടില്ല, എപ്പോൾ ഒരു എന്തൂസിയാസം ബിഹേവിയർ വേണം. അതാണ് എൻ്റർപ്രണർ. ഇത്രയും ഞാൻ പറയാൻ കാരണം, നിങ്ങളിപ്പോൾ ഈ ഒരു 14 days സീരീസിൽ 9 ട്രെയിനിങ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിലൂടെ മനസ്സിലായി കാണും, നിങ്ങളൊരു എൻ്റർപ്രണർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ആവാൻ ഇല്ല ക്യാരക്ടേഴ്സ് ഉണ്ടോ ഇല്ലേ, അതറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഇവിടെ ഈ 3 സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഇനിയാണ് നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്. റൈറ്റ്, നമ്മൾ പറയുന്നത്, നമ്മളെ ടോപ്പിക്കാണ് ഇന്നത്തെ ടോപ്പിക്, എൻ്റർപ്രൈസ് സപ്പോർട്ട് ഫെസിലിറ്റി. എൻ്റർപ്രണർഷിപ്പ് ഇതിന് മുമ്പ് പറഞ്ഞ പോലെ, ദാറ്റ് മീൻസ് നിങ്ങൾ ചെയ്യുന്നവർക്ക്, ലൈക്ക് നിങ്ങളുടെ ജോലി എന്താണ്, അത് നിങ്ങളുടെ ജീവിതമാണ്, ദാറ്റ് ഈസ് യുവർ ലൈഫ്. ആ ഒരു മനോഭാവം കൊണ്ട് നമ്മളൊരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. കൈകാര്യം ചെയ്യാൻ ഇപ്പം നമുക്ക് വളരെ അധികം ഉള്ളപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ആരെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ കൈത്താങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കിട്ടുള്ളൂ.
നമുക്ക് ചാടാനില്ലേ, നമ്മൾ കുട്ടികളോ അല്ല ആരായാലും ഒരു നീന്തൽ പഠിക്കുമ്പോൾ ഇറങ്ങി ചാടുകയല്ല. ആ ചാടാൻ കാരണം എന്താ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വെള്ളത്തിൽ ആരെങ്കിലും, അല്ലെങ്കിൽ നീന്തൽ പഠിപ്പിക്കുന്ന മാഷ് കാണും, അല്ലെങ്കിൽ വീട്ടിൽ ഞാൻ വീണാൽ ഞാൻ എണീച്ച് നടന്നോട്ടെ, വീണാൽ എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും ഉണ്ട് അറിയുമ്പോൾ മാത്രമാണ് ആ ഒരു ആക്ഷനിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്, ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് ഈ ഒരു റോള്, ഒരു പിന്തുണ സംവിധാനം, അതാണ് എന്റർപ്രൈസ് സപ്പോർട്ട് ഫെസിലിറ്റി. ആ പിന്തുണ സംവിധാനമാണ് ഒരു ബിസിനസ്സിനെ പ്രോഫിറ്റബിൾ, ഒരു വിജയത്തിന് എന്താ നിർണായകമാവുന്നത്. ആ ഒരു റോളാണ് നമുക്ക്. ഈ ഒരു ഡയഗ്രാം പക്കാ ക്ലിയറാണ്. ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ റെഡിയായി കയറാൻ. പക്ഷെ എങ്ങനെയാ ഇത്രയും ഓടിച്ചാടി കയറാൻ കാരണം എന്താ, അടിയിലൊരാൾ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അടിയിലൊരു സ്ഥാപനം എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ എന്റർപ്രൈസ് സപ്പോർട്ട് ഫെസിലിറ്റി എന്തൊക്കെയാണ്, ആക്ച്വലി നമ്മൾ ഏത് എന്റർപ്രൈസ് സപ്പോർട്ട് ഫെസിലിറ്റി ആണെങ്കിലും എന്തൊക്കെയാണ് ചെയ്യുക, തുടക്കത്തിൽ നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ, നിങ്ങളൊരു പ്രൊജക്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ നിങ്ങളെ കൂടെ നിൽക്കും, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളെ കൂടെ നിൽക്കും. അതേപോലെ അതിൻ്റെ ഡേ ടു ഡേ മാനേജ്മെന്റ്, നിങ്ങൾക്ക് ഫർദർ നിങ്ങളെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നവരെ ആ ഡേ ടു ഡേ മാനേജ്മെന്റിൽ ഈ എന്റർപ്രൈസ് സപ്പോർട്ട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ കൂടെ നിൽക്കും. പിന്നെ നിങ്ങളെ പ്രൊഡക്ട്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ചില ചേഞ്ചസ് വരുത്താൻ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ല അതിന് ഡിഫറെൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ വരുത്താൻ വേണ്ടി നിങ്ങളെ കൂടെ നിൽക്കുന്ന, ഈ സ്റ്റേജസ് കൂടെ നിൽക്കുന്ന ഒരു ഫെസിലിറ്റീസിനെ അല്ലെങ്കിൽ ഒരു സെൻറ്റേഴ്സിനെയാണ് എന്റർപ്രൈസ് സപ്പോർട്ട് സെൻറ്റേഴ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിനെയാണ് എന്റർപ്രൈസ് സപ്പോർട്ട് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ്സിൽ പറഞ്ഞുതരാം, ഒരു എന്റർപ്രൈസ് സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് ഏതൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ 9 ട്രെയിനിങ്ങിലൂടെ പഠിച്ചാണ് നിങ്ങൾക്ക് ഒരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യം. നമ്മളിപ്പോൾ ഒരു എന്റർപ്രൈസ് സപ്പോർട്ട് സിസ്റ്റം എന്ത് ചെയ്യും, ഒരു എന്റർപ്രൈസ് സപ്പോർട്ട് സെന്റർ, ഇപ്പോൾ KVK ഫോർ എക്സാമ്പിൾ ഒരു എന്റർപ്രൈസ് സപ്പോർട്ട് സെന്റർ ആണെങ്കിൽ അവർ എന്റർപ്രണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തു. സപ്പോസ് നിങ്ങൾ ഈ 9 ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് ഒരു എന്റർപ്രണേഴ്സ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ജോലിയാണ് KVKയുടെ. അല്ലെങ്കിൽ ഈ ട്രെയിനിങ്സ് മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് I am 100% ഷുവർ നിങ്ങൾക്ക് ഒരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ചിലവർ കാണും സ്വന്തമായിട്ട് റിസ്ക് എടുത്തിട്ട് എനിക്ക് ആരെയും സപ്പോർട്ട് വേണ്ട അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയും കാണും. ഒരു 20-25% ആൾക്കാർ കാണും. പക്ഷെ മിക്ക ആൾക്കാർക്കും ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എല്ലാം ഒരു ബാക്കപ്പ്, ഒരു തിയറിറ്റിക്കൽ ഒരു ഫ്രെയിം വർക്ക് കാണും, പക്ഷെ പ്രാക്ടിക്കലി മുന്നോട്ട് പോകാൻ എനിക്കൊരു സ്ഥാപനത്തിന്റെ ആവശ്യമുണ്ട്, എപ്പോഴും എൻ്റെ പുറകെ ഒരു കൈ ഉണ്ട് എന്ന്, ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് ഒരു ആവശ്യം തോന്നുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഗ്രൂപ്പിൽ കാണും. അപ്പോൾ ഈ എന്റർപ്രൈസ് സപ്പോർട്ട് സിസ്റ്റം ചെയ്യുന്ന അങ്ങനത്തെ ഇൻഫോർമേഷൻസ് ആണ്, അങ്ങനത്തെ ഗൈഡൻസ് ആണ്, അങ്ങനത്തെ ഒരു മാനേജ്മെന്റ് അഡ്വൈസസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അതിന് അത് മാർക്കറ്റിനാവാം, മാർക്കറ്റിൽ അവരെ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു സ്ഥാപനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഇൻഡിവിജ്വൽ ചെയ്യേണ്ടത്. നിങ്ങളൊരു മേഖല തിരഞ്ഞെടുത്ത് കാണും, അതിൽ ഏതൊക്കെയാണ് മെഷീനറീസ് വരുന്നത്, അതിന് ആരൊക്കെയാണ്, ഏതൊക്കെയാണ് ഡീലേഴ്സ് കാണും, സപ്ലൈസ് കാണും. അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന എന്റർപ്രൈസിനെ കുറച്ച് റോ മെറ്റീരിയൽ വേണം, അത് നിങ്ങൾക്ക് എവിടുന്നാ സോഴ്സ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡീലേഴ്സ് ആരൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് നിങ്ങളൊരു എന്റർപ്രൈസ് സപ്പോർട്ട് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫോർമേഷൻ കിട്ടുകയാണ്. അതേപോലെ നിങ്ങൾക്കിപ്പോൾ 1 ഡേ ട്രെയിനിങ് ആയിരിക്കും, ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് പഠിപ്പിച്ചു ഈ ഒരു സീരീസിൽ, പക്ഷെ അതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ആയിരിക്കും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി നിങ്ങൾ അറിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എന്റർപ്രൈസ് സപ്പോർട്ട് സെൻറ്റേഴ്സിനെ സമീപിച്ചാൽ നമുക്കറിയാം, അവരൊരു സീരീസ് ഓഫ് ഒരു 5 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 1 മന്ത് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ചെയ്ത് ഫൈനൽ സ്റ്റേജ് വരെ നമുക്ക് അവരെ കൂടെ എക്സ്പേർട്സിനെ കൂടെ ഇരുന്നുകൊണ്ട് ആ ഒരു സ്ഥാപനത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളെ പ്രൊഡക്റ്റിന് മാർക്കറ്റ്, കുറേ ഈ സ്ഥാപനം ചെയ്യും നിങ്ങൾക്ക് കുറേ എക്സിബിഷൻസ് ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും, കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, കൂടുതൽ ആൾക്കാരെ അറിയിക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാണ് എൻ്റെ പ്രൊഡക്റ്റായിട്ട് ഡിഫറെൻറ്റ്, നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഈ എന്റർപ്രൈസ് സപ്പോർട്ട് സെൻറ്റേഴ്സ്. അതേപോലെ ഒരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ഹാൻഡ് ഹോൾഡിംഗ് സർവീസും ആ സപ്പോർട്ട് സിസ്റ്റം തരും. പിന്നെ നമുക്ക് പേഴ്സണൽ സൂപ്പർവിഷൻ കാണും. അതേപോലെ നമ്മളൊരു നിങ്ങൾക്ക് ഫിനാൻസിൻ്റെ
ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരു ക്ലാസ് ഓൾറെഡി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ലൈസൺ ഒരു ലിങ്ക് ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് തരും. ഏതൊക്കെ ഏജൻസീസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയാൽ എങ്ങനെയാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിച്ച് കാണും. പക്ഷെ ഒറ്റ ക്ലാസ് കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കാണില്ല. അപ്പോൾ ഈ ഒരു എൻ്റർപ്രൈസ് സപ്പോർട്ട് സെൻറ്റർ, യെസ്, ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ തിരഞ്ഞെടുത്തു, ഇതിൽ എനിക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഏജൻസിനെയാണ് സമീപിക്കേണ്ടത്, അവർക്ക് ഈ ഒരു റിപ്പോർട്ട്, ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് വേണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് ഈ എൻ്റർപ്രൈസ് സപ്പോർട്ട് സിസ്റ്റം ആ ഫെസിലിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ എക്സ്പേർട്സ് നിങ്ങൾക്ക് അതിന് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ടെക്നിക്കൽ നിങ്ങൾക്ക് റിപ്പോർട്ട്സ് റെഡിയാക്കേണ്ടി വരും, ടെക്നിക്കൽ സപ്പോർട്ട് കാണും, അതെല്ലാം നമുക്ക് എൻ്റർപ്രൈസ് സപ്പോർട്ട് സിസ്റ്റം കിട്ടും. പിന്നെ ലൈസൻസിങ്, ഇതെല്ലാം നിങ്ങൾ എടുത്ത ക്ലാസ്സസ് 9 ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിഞ്ഞാണ് എന്തൊക്കെയാണ് വേണ്ടത്, അതെല്ലാം ഈ എൻ്റർപ്രൈസ് സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കെ വി കെക്ക് ഇപ്പോൾ പ്രോസസ്സിങ്, ഇപ്പോൾ ഈ ഒരു സീരീസ് ജാക്ക് ഫ്രൂട്ടിൻ്റെ ആധാരിതമാണ്. പക്ഷെ കെ വി കെക്ക് ഇതല്ലാണ്ട് വേറെ കുറേ മൾട്ടി ഡിസിപ്ലിനറി എൻ്റർപ്രൈസസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിങ് അല്ലാണ്ട് ഡിഫറെൻറ്റ് വേറെ കെ വി കെ ഒരു എൻ്റർപ്രൈസ് സപ്പോർട്ട് സെൻ്ററാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേറെ മേഖലകളിൽ പ്രോസസ്സിങ്ങും വാല്യൂ അഡീഷനും അല്ലാണ്ട് ഞാനിവിടെ ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാം നിങ്ങളുടെ സ്ക്രീനിൽ. മഷ്റൂം സ്പോൺ, കൂൺ ഉൽപാദന, കൂൺ വിത്തും കൂൺ ഉൽപാദനത്തിൻ്റെ മേഖലയിൽ നമ്മൾ എൻ്റർപ്രൈസ് സപ്പോർട്ട് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ ബീ കീപ്പിംഗ്, നമുക്ക് തേനീച്ച വളർത്തൽ, പിന്നെ നഴ്സറി മാനേജ്മെൻറ്റിൽ, അതേപോലെ പോൾട്രി മാനേജ്മെൻറ്റ്, അതിൽ പോൾട്രിക്കുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റീസ്, അതേപോലെ എഗ് നഴ്സറി, മുട്ടക്കോഴി വളർത്താനുള്ള, പോൾട്രി റെയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ടെക്നീക്സ്, ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗോട്ടിൽ ഹൈടെക് രീതിയിൽ എങ്ങനെ ഗോട്ട് വളർത്താൻ പറ്റും, ഒരു അർബൻ അഗ്രികൾച്ചർ, ഒരു നഗര കൃഷിയുടെ ഭാഗമായിട്ട് എങ്ങനെ ഗോട്ട് വളർത്താൻ പറ്റും, അതുപോലെ ഡയറി നമുക്ക് എങ്ങനെ പശു വളർത്തൽ രീതി എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ ഫിഷ് കൾച്ചറിൻ്റെ ഭയങ്കരമായിട്ട് കൂടുതൽ വരുന്നുണ്ട്. ഇഷ്ടം പോലെ കോറീസും അതുപോലെ പോൺസും ആർട്ടിഫിഷ്യലും, നമുക്ക് ഫിഷ് ഒരു സ്കെയർ റിസോഴ്സസ്, കോവിഡ് കാലത്ത് ഒരു സ്കെയർ റിസോഴ്സായി മാറി വന്നു. നമുക്ക് വിശ്വസിച്ച് ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഫിഷ് ഒന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയെ, അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ഫിഷ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്, വാട്ടർ സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്രെയിനിങ്ങും എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും ഇൻക്യുബേഷൻ ഫെസിലിറ്റിയൊക്കെ കെ വി കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ കോക്കോനറ്റിൻ്റെ, തെങ്ങിൻ്റെ കൃഷിയിൽ നമുക്ക് ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യും. കമ്പോസ്റ്റ്, വിവിധ കമ്പോസ്റ്റിൻ്റെ ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് പ്രോസസ്സിംഗ് ആൻഡ് വാല്യൂ അഡീഷൻ. ഈ ഒരു ക്ലാസ്, ഈ ഒരു സീരീസ് പ്രോസസ്സിംഗ് ആൻഡ് വാല്യൂ അഡീഷൻ ആയതുകൊണ്ട് ഞാൻ ഫർദർ പോകുന്ന ഈ പർട്ടിക്കുലർ ടോപ്പിക്ക് മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ബാക്കി ടെക്നിക്സ് നിങ്ങൾ ബാക്കി ഏരിയകൾ, ബാക്കി എൻ്റർപ്രൈസ് നിങ്ങൾ ഒരു മനസ്സിൽ വെച്ചാൽ മതി. ഇത് കൂടാതെ വേറെ എന്ത് ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കെ വി കെ അപ്രോച്ച് ചെയ്യുക. കെ വി കെയിൽ ഒരു എൻ്റർപ്രണറായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ നിങ്ങൾ ഫർദർ നിങ്ങൾ ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണറായിട്ട് മാറ്റാനുള്ള റെസ്പോൺസിബിലിറ്റി കെ വി കെ ഏറ്റെടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ അടുത്ത് വാല്യൂ അഡീഷനിൽ പോയി. വാല്യൂ അഡീഷൻ എടുക്കാൻ കാരണം നമുക്കറിയാം, ഇതിന് മുമ്പത്തെ ട്രെയിനിങ്സിൽ എൻ്റെ കൊളീഗ്സും അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ എക്സ്പേർട്സ് പറഞ്ഞു കാണും എന്താണ്, ഫോർ എക്സാമ്പിൾ കെ വി കെൻ്റെ സ്ട്രെങ്ത് എന്താണ്, ഈ പ്രോസസ്സിംഗ് വാല്യൂ അഡീഷനിൽ കെ വി കെൻ്റെ സ്ട്രെങ്ത് ആണ് ഒരു സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്റർ ഫോർ ജാക്ക് ഫ്രൂട്ട് ആണ് കെ വി കെ. ഇത് മിക്ക ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ അതെങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ പക്ക ക്ലിയർ ആയി കാണും. ഒരു ഇൻക്യുബേഷൻ വേർഡ്, നിങ്ങൾ ടൈറ്റിൽ ഒരു ഇൻക്യുബേഷൻ വേർഡ് കണ്ടു. എന്താണ് ഇൻക്യുബേഷൻ? നമുക്ക് നോർമലി ഇൻക്യുബേഷൻ നമ്മൾ വേർഡ് പറയുമ്പോൾ നമുക്ക് എന്താ അടയിരിക്കൽ, ഈ കോഴി നമ്മളൊരു അടയിരിക്കൽ പ്രക്രിയ ഉണ്ടല്ലോ, ഒരു കൺജീനൽ അറ്റ്മോസ്ഫിയർ, അനുകൂല വാതാവരണം സൃഷ്ടിച്ച് കോഴി കുഞ്ഞുങ്ങളെ മുട്ടയെന്ന് പുറത്തെടുക്കുന്ന സ്റ്റേജ്. കോഴി മുട്ടയിട്ട ശേഷം അതിനെ ഒരു അനുകൂലമായിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്നവരെ കൂടെ നിൽക്കും. ആ ഒരു അതിൻ്റെ മുമ്പത്തെ, അപ്പോൾ ഹാച്ച് ആവുന്നവരെ ഒരു എൻ്റർപ്രണർ സ്വന്തമായിട്ട് കോൺഫിഡൻറ്റോടെ പുതിയൊരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ ആ ഒരു സ്റ്റേജിനാണ് നിങ്ങൾക്ക് ഐഡിയ മൊത്തം കിട്ടി. ഇപ്പം നിങ്ങളൊരു കൊക്കൂൺ രൂപത്തായി, നിങ്ങളുടെ മൈൻഡ് ഒരു കൊക്കൂൺ മുട്ട പരുവത്തായിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഈ ഐഡിയ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസ് സപ്പോർട്ട് സെൻറ്റർ ഉണ്ടെങ്കിൽ അവരെ സമീപിച്ചിട്ട് എനിക്കൊന്ന് ഹാച്ച് ആവണം, എനിക്ക് പക്ക ഒരു എൻ്റർപ്രണറായിട്ട് മുന്നോട്ട് വരണം. ഇങ്ങനെ ഹാച്ച് ആയിട്ട് ഐ വാണ്ട് ടു ബി എ പ്രോഫിറ്റബിൾ എൻ്റർപ്രണർ. ഈ ഒരു വർക്കാണ് കെ വി കെ കൂടാതെ വേറെ കുറേ ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്. ഞാനൊരു ഈ ഡയഗ്രാം വെക്കാൻ കാരണം എന്താണ് ഇൻക്യുബേഷൻ, സെയിം ആണ് പ്രൊസീജിയർ. മുട്ട നമ്മൾ ഇൻക്യുബേഷൻ, ആ ഒരു ഇൻക്യുബേഷൻ പീരീഡിന് തന്നെ കുറച്ചൊരു ടൈം ഉണ്ടാവും. ഇപ്പോൾ മുട്ടയ്ക്കൊക്കെ ഒരു 21 ദിവസം മതി. പക്ഷെ ഒരു 21 ദിവസം കൊണ്ട് നമുക്ക് ഒരു
മനുഷ്യൻ ഒരു എൻ്റർപ്രണർ ആവാനില്ല, കുറച്ചും കൂടെ ടൈം എടുക്കും. 6 months ആവാം, 1 year ആവാം. കോൺഫിഡൻസ് ലെവൽ ബിൽഡപ്പ് ചെയ്യണം. എനിക്ക് എല്ലാം അറിയാം, ഇതെൻ്റെ മാർക്കറ്റ് സർവേ ചെയ്ത് ഈ പ്രൊഡക്റ്റിന് എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, മാർക്കറ്റ് ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റിൽ ഇത്ര ചെറിയൊരു മാറ്റം വരുത്തിയാൽ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് നല്ലോണം ക്ലിക്ക് ചെയ്യാൻ പറ്റും. നല്ല കോൺഫിഡൻസ് വന്ന ശേഷം ഇപ്പോൾ KVK ഫോർ എക്സാമ്പിൾ, KVKനെ ഇൻക്യുബേഷൻ ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടുത്തെ ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെ അഡ്വൈസ് എടുത്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് പാക്കേജ് ചെയ്തിട്ട്, നിങ്ങളിപ്പോൾ പാക്കേജിങ്ങും അതിൻ്റെ ലൈസൻസിൻ്റെ ക്ലാസ്സൊക്കെ ഓൾറെഡി അറ്റൻഡ് ചെയ്തു. അപ്പോൾ പിന്നെയും നമ്മളൊരു പാക്കേജ് ഒരു ലേബിളിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഡിഫിക്കൽട്ടി വരും. ഒരു ലേബിൾ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വേണ്ടത് അതെല്ലാം പഠിച്ചു കാണും, പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി ഒരു ലേബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇൻക്യുബേഷൻ സെൻറ്ററിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എപ്പോൾ നിങ്ങൾ കൂടെ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് എപ്പോഴും കാണും, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ, അതിനുശേഷം അതിനെ പാക്ക് ചെയ്യാൻ, നല്ലൊരു ലേബിൾ കൊടുക്കാൻ, അതേപോലെ എങ്ങനെ അത് ഫർദർ മാർക്കറ്റിങ്ങിലേക്ക് എത്തിക്കണം, ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് അതുവരെ നമ്മൾ ഇങ്ങനെ ഒരു KVK ആസ് എൻ ഇൻക്യുബേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്താണ്. KVKക്ക് ഒരു നല്ലൊരു ഇൻക്യുബേഷൻ ഹബ് ഉണ്ട്. ഈ ഇൻക്യുബേഷൻ ഹബ് എന്താ ചെയ്യുന്നത്? ഓൾറെഡി നിങ്ങളെ പോലത്തെ മൈൻഡ് ഒരു എൻ്റർപ്രണേഴ്സ് ആയിരിക്കും, അവർക്ക് നല്ല മാനേജറൽ കപ്പാസിറ്റിയും കാണും, അവർക്ക് കോൺഫിഡൻസ് ലെവലും കാണും. അതൊന്നും കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യാൻ അത് ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ അഗ്രോ പ്രോസസ്സിംഗ് ഹബ് എന്താ ചെയ്യുന്നത്, ആ പ്രോസസ്സിംഗ് സെക്ടറിൽ എസ്പെഷ്യലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിങ്ങളെ എൻ്റർപ്രണറും അല്ല ഞാൻ പറഞ്ഞപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതൊന്നും കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചതാണ് എങ്ങനെയാണ് പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലേബിൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ഏതൊക്കെ പ്രൊഡക്ട്സ്, അതിൻ്റെ ട്രെയിനിങ്സ് നിങ്ങൾക്ക് കിട്ടി കാണും. അതേപോലെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഫ്ലോ ചാർട്ടൊക്കെ നിങ്ങളെ പഠിപ്പിച്ച് കാണും. പിന്നെ എങ്ങനെയാണ് എൻ്റെ പ്രൊഡക്റ്റ് മാർക്കറ്റ്, അതിന് ഏതൊക്കെ എക്സ്റ്റൻഷൻ സർവീസസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ പഠിച്ചു കാണും. ഈ ഒരു ഇൻക്യുബേഷൻ ഹബിൽ നമുക്ക് ഇന്ത്യയിൽ വിവിധ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്ത ആൾക്കാരാണ്. അവരവരെ ഇപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രാമിൽ കാണുന്ന മേഘാലയയിൽ നിന്ന് വന്ന ഒരു ടീമാണ്. അവിടെ മേഘാലയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻ്റർപ്രണർഷിപ്പിലാണ് ഈ ഒരു ടീം. ഇങ്ങനത്തെ മേഘാലയയിൽ നിന്ന് 4 ടീം ഓൾറെഡി KVKൻ്റെ ഇൻക്യുബേഷൻ ഹബിൽ ഇൻക്യുബേറ്റ് ആയിട്ട് ഹാച്ച് ഔട്ട് ആയിട്ട് പോയി അവർ സ്വന്തമായിട്ട് എൻ്റർപ്രൈസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ ജസ്റ്റ് കാണിച്ച ഏകദേശം ഇത്ര ട്രെയിനിങ്സ്, പിന്നെ ഇത്ര കമേഴ്ഷ്യൽ യൂണിറ്റ്സ് ഒക്കെ KVK ഓൾറെഡി ഇത്ര ലിങ്കേജ് വെച്ചുകൊണ്ട്, അത് KVK ഒറ്റയ്ക്ക് മാത്രമല്ല, ഈ പെർട്ടിക്കുലർ ആൾക്കാരെ ട്രെയിനിങ് കൊടുത്ത ശേഷം വിവിധ ഫിനാൻസ് ഏജൻസി അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഏജൻസി ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവരൊരു പക്ക പ്രോഫിറ്റബിൾ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിച്ചു. പത്തനംതിട്ട ജില്ല മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും സ്റ്റേക്ക് ഹോൾഡേഴ്സ് KVKയിൽ വന്നിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഔട്ട്സൈഡ് കേരളയും ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സക്സസ്ഫുൾ പ്രൈസിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാ എൻ്റർപ്രൈസ് പക്ക ഒരു ജാക്ക് ഫ്രൂട്ട് ബേസ്ഡ് എൻ്റർപ്രൈസ് ആണ്, അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് ഞാൻ കൊടുക്കാൻ കാരണം. ഇനി അടുത്തത് ഈ ഒരു ഞാൻ പറഞ്ഞ ഇൻക്യുബേഷൻ ഫെസിലിറ്റിയിൽ ഏതൊക്കെ ഇൻക്യുബേഷൻ ഹബിൽ നമുക്കുള്ള ഫെസിലിറ്റീസിനെ പറ്റി പറയാം. ആ ഡയഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു പ്രൊഡക്ഷൻ ലൈൻ. ഈ ഇൻക്യുബേഷനിൽ ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത് ഒരു ഡീഹൈഡ്രേഷൻ മോഡിൽ സെറ്റ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ ലൈനാണ്. ഇപ്പോൾ നമുക്ക് ചക്ക വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം അതിനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഫൈനലി അത് ഡ്രൈ ചെയ്യുന്ന ഒരു സൈക്കിളാണ് നിങ്ങൾക്ക് ആ ഡയഗ്രാമിൽ അവിടെ കാണുന്നത്. അതേപോലെ ഒരു പൾപ്പറിൻ്റെ അത് ഫുൾ ഫ്ലെഡ്ജ് ആയില്ലെങ്കിൽ ഒരു പൾപ്പ് ഒരു കൺവേർഷൻ, ഒരു പൾപ്പ് നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ലൈൻ KVKയിലുണ്ട്. അത് നിങ്ങൾക്ക് വന്ന് കാണാം. ഇതിൽ ഡിഫറെൻറ്റ് ഡ്രയേഴ്സ് ഉണ്ട്. നമുക്ക് ഹോം ബേസ്ഡ് ആവാം. ആക്ച്വലി ഒരു 40 കിലോ നമുക്ക് സ്ട്രെച്ച് ഡ്രൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ 500 കിലോ സ്ട്രെച്ച് ഡ്രൈ ചെയ്യുന്ന സംവിധാനമുണ്ട്. ഇപ്പോൾ ഒരു കോവിഡ് കാരണം നമ്മൾ ഇൻക്യുബേറ്റിനെ അങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നില്ല. പക്ഷെ 1 day വർക്ക് ഇപ്പോൾ വന്നിട്ട് കുറച്ച് പ്രൊഡക്ട്സ് എനിക്ക് ഡ്രൈ ചെയ്യണം അങ്ങനെ വരുന്ന ആൾക്കാരെ നമ്മൾ ഡിസ്കറേജ് ചെയ്യാറില്ല. ആ കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ചുകൊണ്ട് അവരുടെ പ്രൊഡക്ട്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഡ്രൈ ചെയ്തിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ മിനിമൽ ചാർജ് നമ്മൾ ഈടാക്കും. ആ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഈ ഇൻക്യുബേഷൻ ഹബ്ബ് പ്രവർത്തിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഏത് മേഖലയായാലും, ഇപ്പോൾ KVK ആയാലും നമുക്കും ഇതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യം ഇവിടെ അവർ ചോദിച്ചു. അപ്പോൾ ഈ സെപ്പറേറ്റ് ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യം നമ്മളിപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഈ ഒരു ഹബ്ബ് റൺ ചെയ്യാൻ നമുക്ക് സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റി ലൈൻസ് ഒക്കെ വേണം. ആ ഒരു പ്രൊസീജിയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക്
എത്ര കപ്പാസിറ്റിയിൽ ഇൻക്യുബേറ്റ് ചെയ്യില്ല, എത്ര കപ്പാസിറ്റി പ്രൊഡക്റ്റിൽ ഇൻക്യുബേറ്റ് ചെയ്ത് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ എല്ലാ പാക്കേജിങ് ഫെസിലിറ്റിനും ഏത് തരം പാക്കേജിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇവിടുത്തെ ഈ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുക. അതേപോലെ നമുക്കറിയാം ഫുഡ് പ്രൊഡക്റ്റ് ആണ്. ഫുഡ് പ്രൊഡക്റ്റ് ഫൈനലി മാർക്കറ്റിൽ എത്തിക്കാൻ നമുക്ക് ക്വാളിറ്റി ടെസ്റ്റ് അത്യാവശ്യമാണ്. KVKക്ക് ഒരു ഫുള്ളി ഫ്ലെഡ്ജ് ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബറട്ടറിയാണ്. നിങ്ങളുടെ പ്രൊഡക്ട്സ് ആവശ്യമുള്ള എല്ലാ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലേബിളിൽ അത് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ എല്ലാം ക്വാളിറ്റി ചെക്കിംഗ് ഫെസിലിറ്റീസ് നമുക്ക് അതിൻ്റെ മെഷീൻസിൻ്റെ ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ KVKക്ക് കുറച്ച് അപ്കമിങ് ഫെസിലിറ്റീസ് വരാൻ പോവാണ്. ഏകദേശം ഈ കോവിഡ് ഓൾറെഡി ഇതിൻ്റെ എല്ലാം പ്രൊസീജിയർ കഴിഞ്ഞു. ബിക്കോസ് ഈ കോവിഡ് പീരീഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ കുറച്ച് വൈകുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ പ്രൊഡക്ഷൻ ലൈൻ ഇതുവരെ ഡീഹൈഡ്രേഷൻ ലൈനാണ് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇവിടെ നടക്കുന്നത്. ഇനി അടുത്ത 5 പ്രൊഡക്ഷൻ ലൈൻ കൂടി KVK സെറ്റ് ചെയ്യാൻ പോകണം ഇൻക്യുബേഷൻ ഹബിൽ. ജാക്ക് ഫ്രൂട്ട് പൾപ്പിൻ്റെ പ്രൊഡക്ഷൻ ലൈൻ, അതുപോലെ പാസ്ത മേക്കിംഗ് ചക്കപ്പൊടി കൊണ്ടുള്ള പാസ്ത മേക്കിംഗ് പ്രൊഡക്ഷൻ ലൈൻ ചെയ്യാൻ പോകുന്നു. അതുപോലെ റെഡ് റോഡ് പ്രോസസ്സിങ്ങിൻ്റെ പ്രൊഡക്ഷൻ ലൈൻ, വാക്യൂം ഫ്രൈഡ് ചിപ്സ്. ഓയിൽ ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ ഓയിൽ ഫ്രൈഡ് ആരും പ്രിഫർ ചെയ്യില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു വാക്യൂം ഫ്രൈഡ് ചിപ്സിനെ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ലൈനും KVK ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഫ്രീസ് ഡ്രൈഡ്, ഈ 5 പ്രൊഡക്ഷൻ ലൈനും ഇന്ന് ഫ്യൂച്ചറിൽ KVK സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങളെ മൈൻഡിലിരിക്കണം. നിങ്ങളിപ്പോൾ നിങ്ങളൊരു മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ മാത്രമല്ല ഈ എല്ലാം പോസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്സ് എല്ലാം അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിങ്ങളുടെ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഞാൻ ഈ അപ്കമിങ് ഫെസിലിറ്റീസും കൂടെ ഇവിടെ അറിയിക്കുന്നത്. പിന്നെ നമുക്കറിയാം KVK അല്ലാണ്ട് ഈ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ KVK മാത്രമല്ല ഈ ഡിഫറെൻറ്റ് ഏജൻസീസും കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് ആയിരിക്കില്ല, വേറെ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിലാണ് നമുക്ക് ഇൻക്യുബേഷൻ സെൻറ്റർ ഉള്ളത്. ഒന്ന് CTCRE ഉണ്ട്. അവർ ഡീൽ ചെയ്യുന്നത് ട്യൂബർ ക്രോപ്സിലാണ്. ട്യൂബർ ക്രോപ്സിൻ്റെ ടെക്നോളജീസും അതേപോലെ അതിൽ ഉണ്ടാകുന്ന പ്രോസസ് പ്രൊഡക്ട്സിൻ്റെ ഇൻക്യുബേഷൻ സെൻറ്ററാണ് CTCRE ട്രിവാൻഡ്രത്തുണ്ട്. അതുപോലെ CMFRA ഫിഷറീസ് മേഖലയിൽ ഇൻക്യുബേഷൻ ആവശ്യമുള്ള ആൾക്കാർക്ക് CMFRA അപ്രോച്ച് ചെയ്യുക. അതേപോലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു എഗ്രോ ബിസിനസ് ഇൻക്യുബേഷൻ ഹബ് ഉണ്ട്, നിങ്ങൾക്ക് അവരെ സമീപിക്കുക. അതേപോലെ ഫിഷറീസിൻ്റെ പ്രൊഡക്റ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിഷറീസ് ടെക്നോളജി എറണാകുളത്ത് CMFRA കൂടാതെ CIFT ഉണ്ട്, അവിടെയും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുക. കാസർഗോഡിൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് CPCRL, അവരെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുക. സ്പൈസസിൽ നിങ്ങൾക്ക് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴിക്കോടിൽ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൽ. അതേപോലെ കൊച്ചിയിൽ പിറം എഗ്രോ പാർക്ക് ഒരു പ്രൈവറ്റ് ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്, അതും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അതേപോലെ ഡിഫറെൻറ്റ് സപ്പോർട്ടിങ് ഏജൻസീസ് ഉണ്ട് KVK അല്ലാതെ പോലെ. നമുക്ക് MSME ഉണ്ട്, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ്. അതേപോലെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ്, സ്മോൾ ഫാമേഴ്സ് എഗ്രി ബിസിനസ് കൺസോർഷ്യം, അതുപോലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഇവരെല്ലാവരും നിങ്ങളൊരു എൻ്റർപ്രണർ റെഡിയാണെങ്കിൽ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും റെഡി ആയിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് മാത്രമേ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത്രയാണ് ഈ ടോപ്പിക്കിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഫർദർ ഞാൻ മൈക്ക് KVKയുടെ പ്രോഗ്രാം അസിസ്റ്റൻറ്റ് മിസ്റ്റർ ബിനു ജോണിനൊന്ന് ഹാൻഡ് ഓവർ ചെയ്യുക. അതിൻ്റെ ശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം.